മലയാളത്തിന് ഒരുപിടി നല്ല ചലച്ചിത്രങ്ങൾ സമ്മാനിച്ച പ്രശസ്ത നിർമ്മാതാവ് അരോമ മണി അടുത്ത കാലത്താണ് അന്തരിച്ചത്. അരോമ മണി എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ മനസ്സിലെത്തുന്നത് 20-ാം നൂറ്റാണ്ട് എന്ന ചലച്ചിത്രമാണ്. 20-ാം നൂറ്റാണ്ട് എന്ന ചലച്ചിത്രം ഉണ്ടായെങ്കിൽ അതിന് പിന്നിലെ പ്രേരക ശക്തി അരോമ മണിയല്ലാതെ മറ്റാരുമല്ല. കെ മധു സംവിധാനം ചെയ്ത് എസ്.എൻ. സ്വാമി തിരക്കഥ എഴുതിയ 20-ാം നൂറ്റാണ്ടിൻ്റെ തിരക്കഥയുടെ കഥയാണ് ഈ ലക്കം തിരക്കഥയുടെ രീതിശാസ്ത്രം ചർച്ച ചെയ്യുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സസ്നേഹം സാദരം സ്വാഗതം. തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത് മോഹൻലാൽ അഭിനയിച്ച് ഡെന്നിസ് ജോസഫ് തിരക്കഥ എഴുതിയ രാജാവിൻ്റെ മകൻ സൂപ്പർ ഹിറ്റായ ഒരു കാലഘട്ടം. ഇക്കാലത്ത് ഡെന്നിസ് ജോസഫ് 4 സിനിമകൾക്കാണ് ഒരേ സമയം തിരക്കഥ എഴുതിയിരുന്നത്. ഡെന്നിസ് ജോസഫിനെ സംബന്ധിച്ചിടത്തോളം മാനസികമായും ശാരീരികമായും വളരെയേറെ സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടുന്ന ഒരു സമയം. ഈ സമയത്താണ് നിർമ്മാതാവ് അരോമ മണിക്ക് വേണ്ടി കെ മധു ഡെന്നിസ് ജോസഫിനെ കാണാൻ എറണാകുളത്ത് അദ്ദേഹത്തിൻ്റെ ലോഡ്ജ് മുറിയിലെത്തുന്നത്. തീർച്ചയായും തനിക്ക് രാജാവിൻ്റെ മകൻ പോലൊരു സിനിമ ചെയ്തു തരണം എന്ന ആവശ്യം കെ മധു അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വെച്ചു. രാജാവിൻ്റെ മകൻ പോലൊരു സിനിമ എടുക്കാൻ പറ്റിയ സാഹചര്യമായിരുന്നില്ല അപ്പോൾ ഡെന്നിസ് ജോസഫിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. കാരണം വരുന്നവർക്കെല്ലാം വേണ്ടത് രാജാവിൻ്റെ മകൻ പോലൊരു സിനിമ. എല്ലാവരുടെ കയ്യിലുമുള്ളത് മോഹൻലാലിൻ്റെ ഡേറ്റ്. ആൻറ്റി ഹീറോ കഥാപാത്രങ്ങൾക്ക് മാർക്കറ്റുള്ള ഒരു വലിയ സമയം. ഡെന്നിസ് ജോസഫ് കെ മധുവിനെ നോക്കി കൈമലർത്തി. തനിക്ക് രാജാവിൻ്റെ മകൻ പോലൊരു സിനിമ എടുക്കാൻ കഴിയില്ലെന്ന കാര്യം അദ്ദേഹം തുറന്നു പറഞ്ഞു. കെ മധു മലയാളത്തിൽ വളരെ പ്രശസ്തനായ സംവിധായകനാണ്. അരോമ മണിയാണ് അദ്ദേഹത്തിൻ്റെ പുതിയ ചിത്രം നിർമ്മിക്കാൻ പോകുന്നത്. മോഹൻലാലാണ് അദ്ദേഹത്തിന് ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. കെ മധു ഡെന്നിസ് ജോസഫിനോട് പറഞ്ഞു, ഡെന്നിസ് ഇത് കൈവിട്ടാൽ എനിക്ക് മോഹൻലാലിൻ്റെ ഡേറ്റ് നഷ്ടപ്പെടും. അരോമ മണിയുടെ നല്ലൊരു ചിത്രം എനിക്ക് നഷ്ടമാകും. നിങ്ങളെന്നെ സഹായിച്ചേ പറ്റൂ. ഡെന്നിസ് ജോസഫിനാകട്ടെ മധുവിനെ ഒഴിവാക്കാൻ ഒരു നിവൃത്തിയുമില്ല. അദ്ദേഹം എസ്.എൻ. സ്വാമിയെ ഫോണിൽ വിളിച്ചു. അടിയന്തരമായി തനിക്കൊരു കാര്യം പറയാനുണ്ടെന്നും എറണാകുളം വരെ വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എസ്.എൻ. സ്വാമിയാണെങ്കിൽ ചക്കര ഉമ്മ പോലുള്ള കുടുംബ ചിത്രങ്ങളെടുത്ത് ഒരു കുടുംബ ചിത്രങ്ങളുടെ തിരക്കഥാകൃത്ത് എന്ന നിലയിൽ പ്രശസ്തനായി നിൽക്കുന്ന കാലഘട്ടം. മധുവിനാണെങ്കിൽ രാജാവിൻ്റെ മകൻ പോലൊരു സിനിമ വേണം. എസ്.എൻ. സ്വാമിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഡെന്നിസ് ജോസഫ്. അദ്ദേഹത്തിന് ഡെന്നിസ് ജോസഫിൻ്റെ വിളി നിരസിക്കാനായില്ല. അദ്ദേഹം എറണാകുളത്തെത്തി. വിഷയം ഡെന്നിസ് ജോസഫ് അവതരിപ്പിക്കുകയാണ്. കെ മധു അപ്പോൾ ഡെന്നിസ് ജോസഫിൻ്റെ സമീപത്തുണ്ട്. കെ മധുവിൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ എസ്.എൻ. സ്വാമിക്ക് കാര്യം മനസ്സിലായി. അദ്ദേഹം വളരെയേറെ വറീഡായിരുന്നു. ഡെന്നിസ് ജോസഫ് ഉള്ള കാര്യം തുറന്നു പറഞ്ഞു. തനിക്ക് രാജാവിൻ്റെ മകൻ പോലൊരു സിനിമ കെ മധുവിന് എഴുതി കൊടുക്കണം. രാജാവിൻ്റെ മകൻ പോലൊരു സിനിമ എനിക്ക് എഴുതാൻ പറ്റത്തില്ല, അത് നിനക്ക് പറ്റുന്നതാണ്, നീ അങ്ങ് ചെയ്താൽ മതി എന്ന് എസ്.എൻ. സ്വാമി തുറന്നു പറഞ്ഞു. ഡെന്നിസ് ജോസഫ് എസ്.എൻ. സ്വാമിയെ വലത് കയ്യിൽ പിടിച്ച് അടുത്തിരുത്തിയിട്ട് ഒരു അഡ്വാൻസ് അങ്ങ് കൊടുക്കുകയാണ്. നിങ്ങൾ എഴുതിയേ പറ്റൂ എന്നുള്ള തീരുമാനവുമായി. ഡെന്നിസ് ജോസഫിൻ്റെ വാക്കുകൾ എസ്.എൻ. സ്വാമിക്ക് നിരസിക്കാനായില്ല. അദ്ദേഹം എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരാളാണ്. നിനക്കറിയാലോ, ഞാനിതാ ഒരു കുടുംബ ചിത്രങ്ങളുടെ നിർമ്മാതാവാണ്. നിനക്കറിയാലോ, ഞാൻ കുടുംബ ചിത്രങ്ങളുടെ തിരക്കഥാകൃത്താണ്. എനിക്കിങ്ങനെ ഒരു ആക്ഷൻ സിനിമ എഴുതാൻ പറ്റുമോ എന്നറിയില്ല. ഹോണസ്റ്റായി പറഞ്ഞാൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ഒരു 7 ദിവസം സമയം തരിക. 7 ദിവസത്തിനകത്ത് തീരുമാനം പറയാം. ഇതൊരു ഉറപ്പായി ഒരിക്കലും എടുക്കരുതെന്ന് എസ്.എൻ. സ്വാമി ഡെന്നിസ് ജോസഫിനോട് പറഞ്ഞു. എല്ലാ സിനിമകൾക്ക് പിന്നിലും യഥാർത്ഥത്തിലൊരു സംഭവമുണ്ടെന്ന് എസ്.എൻ. സ്വാമി പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഒരു സിനിമയും ഭാവനയിൽ നിന്ന് മാത്രം പിറക്കുന്നതല്ല. ഒരു കഥയും ഭാവനയിൽ നിന്ന് മാത്രം നിർമ്മിക്കാൻ സാധിക്കുകയുമില്ല. എസ്.എൻ. സ്വാമിയുടെ എല്ലാ തിരക്കഥകൾക്ക് പിന്നിലും ഇത്തരം ഒരു യഥാർത്ഥ സംഭവത്തിൻ്റെ നിഴലാട്ടം നമുക്ക് കാണാനാവും. ദിനപത്രങ്ങളുടെ സൺഡേ മാഗസിനുകൾ ശേഖരിക്കുന്ന ഒരു ശീലം എസ്.എൻ. സ്വാമിക്കുണ്ടായിരുന്നു. ആയിരക്കണക്കിന് ദിനപത്രങ്ങളാണ് ഇത്തരത്തിൽ എസ്.എൻ. സ്വാമിയുടെ ശേഖരത്തിൽ ഉണ്ടായിരുന്നത്. ദിനപത്രങ്ങളുടെ സൺഡേ മാഗസിനുകളിൽ വളരെ വ്യത്യസ്തമായ ഒരുപാട് ഫീച്ചറുകൾ വരും. ആ ഫീച്ചറുകൾ വായിച്ചാൽ പിൽക്കാലത്ത് തനിക്കൊരു നല്ല കഥയുണ്ടാക്കാമെന്ന് എസ്.എൻ. സ്വാമി കരുതിയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം സൺഡേ മാഗസിനുകൾ വളരെ വിലപ്പെട്ട അമൂല്യ വസ്തുക്കളായി സൂക്ഷിച്ചു വച്ചിരുന്നത്. കെ മധുവിന് വേണ്ടി ഒരു ചിത്രത്തിന് തിരക്കഥ എഴുതണമെന്ന ആവശ്യം ഉയരുമ്പോൾ അദ്ദേഹം പഴയ സൺഡേ മാഗസിനുകളിലൂടെ കടന്നുപോയി. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഒരു പഴയ ഓർമ്മ വന്നെത്തി. അതൊരു ഫോട്ടോഗ്രാഫായിരുന്നു. അത് ഹിന്ദി താരങ്ങളായ സൈറ ബാനുവും ദിലീപ് കുമാറും ഹാജി മസ്താൻ എന്ന അധോലോക നായകൻ്റെ കാലിൽ തൊട്ട് വന്ദിക്കുന്ന ഒരു ചിത്രം. അതായിരുന്നു ആ ഫോട്ടോഗ്രാഫ്.
ഹാജി മസ്താനെക്കുറിച്ച് അക്കാലത്ത് എസ് എൻ സ്വാമിക്ക് യാതൊന്നും അറിയുമായിരുന്നില്ല. പിൽക്കാലത്ത് അദ്ദേഹം ഹാജി മസ്താനെക്കുറിച്ച് ശരിക്കും പഠിച്ചു. ബോംബെ നഗരത്തെ കിടുകിട വിറപ്പിക്കുന്ന ഹാജി മസ്താൻ, ഇന്ത്യ മഹാരാജ്യത്തെ കിടുകിട വിറപ്പിക്കുന്ന ഹാജി മസ്താൻ. ഹാജി മസ്താൻ്റെ കാൽക്കൽ തൊട്ട് എന്തിനാണ് ദിലീപ് കുമാറും സൈറ ബാനുവും തൊട്ട് വന്നിച്ചത്? അതിനൊരു കാരണം കാണാം, അതിന് പിന്നിലൊരു കഥയുണ്ടാവാം. ഈ ഫോട്ടോഗ്രാഫിൽ നിന്നാണ് 20-ാം നൂറ്റാണ്ടെന്ന സിനിമ പിറന്നു വീഴുന്നത്. നിങ്ങൾക്ക് 20-ാം നൂറ്റാണ്ട് കണ്ടിട്ടുള്ളവർക്കറിയാം, മോഹൻലാൽ എന്ന നടൻ പറയുന്ന ഒരു വാചകം, എങ്ങനെയാണ് നമുക്ക് ഇവരോട് ആരാധന തോന്നാതിരിക്കുന്നതെന്ന്. അത്രമാത്രം ആരാധന അക്കാലത്ത് ഹാജി മസ്താനോട് ഇന്ത്യയിലെ സിനിമാ ലോകത്തിനുണ്ടായിരുന്നു, ഇന്ത്യയിലെ സാംസ്കാരിക ലോകത്തിനുണ്ടായിരുന്നു, ഇന്ത്യയുടെ ബിസിനസ് ലോകത്തിനുണ്ടായിരുന്നു എന്നതാണ് സത്യം. 20-ാം നൂറ്റാണ്ടിലെ നായകന് സാഗർ ഏലിയാസ് ജാക്കി എന്ന് പേരിട്ടത് എസ് എൻ സ്വാമിയല്ല, സാക്ഷാൽ മോഹൻലാലാണ്. എസ് എൻ സ്വാമിയുടെ പേര് സാഗർ അലൈസ് ജാക്കി എന്നായിരുന്നു. തിരക്കഥ ഏതാണ്ട് വായിച്ചു പൂർത്തിയാക്കുമ്പോൾ മോഹൻലാൽ എസ് എൻ സ്വാമിയെ ഫോണിൽ വിളിച്ചു പറഞ്ഞു, ഞാൻ സ്വാമിയുടെ കഥാപാത്രത്തിൻ്റെ പേര് മാറ്റുകയാണെന്ന്. എന്താണ് പേരെന്ന് ചോദിച്ചപ്പോൾ സാഗർ ഏലിയാസ് ജാക്കി എന്താണ് പേരെന്ന് മോഹൻലാൽ പറഞ്ഞു. സ്വാമി തർക്കിക്കാനൊന്നും നിന്നില്ല. സാഗർ ഏലിയാസ് ജാക്കി എന്ന കഥാപാത്രത്തെ സൃഷ്ടിക്കുമ്പോൾ അദ്ദേഹം ഒരുപാട് പരിശ്രമിച്ചിരുന്നു. ബോംബെ അധോലോകത്തെക്കുറിച്ച് സ്വാമി ശരിക്കും പഠിച്ചു. അധോലോകങ്ങളോട്, അധോലോക നായകന്മാരോട് എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിന് ഇത്രയധികം ബഹുമാനം വരുന്നതെന്ന് അദ്ദേഹം വായിച്ചു പഠിക്കുക മാത്രമല്ല ചെയ്തത്, അനുഭവസ്ഥരോട് ചോദിച്ചറിയുക കൂടിയായിരുന്നു. ഇതിനിടയിൽ ബോംബെയിലൂടെ ഒരു യാത്രയും എസ് എൻ സ്വാമി നടത്തി. ബോംബെ ശരിക്കും ഭരിക്കുന്നത് അധോലോക നായകന്മാരാണ്. അവർ മനുഷ്യരുടെ കണ്ണിലുണ്ണിയാണ്, യുവാക്കളുടെ കണ്ണിലുണ്ണിയാണ്. ഒരുപാട് ചെറുപ്പക്കാരാണ് അക്കാലത്ത് അധോലോക നായകന്മാരുമായി ചങ്ങാത്തം പ്രാപിച്ച് അവരുമായി കൂട്ടുചേർന്ന് ബിസിനസ്സുകളിലേക്ക് തിരിഞ്ഞുപോയത്. അവർ പിന്നീട് വലിയ പണക്കാരാവുകയും ഭരണ നേതൃത്വങ്ങളെ നിയന്ത്രിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. സാഗർ ഏലിയാസ് ജാക്കി എന്ന കഥാപാത്രത്തെ സൃഷ്ടിക്കുമ്പോൾ എസ് എൻ സ്വാമിയുടെ മനസ്സിലുണ്ടായിരുന്നത് ആ അധോലോക നായകനായ ഹാജി മസ്താൻ തന്നെയായിരുന്നു. ഹാജി മസ്താൻ്റെ കാൽ തൊട്ട് വന്നിക്കുന്ന ദിലീപ് കുമാറും സൈറ ബാനുവുമായിരുന്നു ആ ഫോട്ടോഗ്രാഫായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ഫോട്ടോഗ്രാഫ് ഒരു മുഴുനീള സിനിമയ്ക്ക് തിരക്കഥയായി മാറുക എന്ന അത്ഭുതം. ഇത് എസ് എൻ സ്വാമിക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക? എസ് എൻ സ്വാമിയുടെ പഞ്ച് ഡയലോഗുകൾ, നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്. പിന്നീട് നമ്മളിത് ലൂസിഫറിലും ഈ ഡയലോഗ് നമ്മൾ കേൾക്കുകയുണ്ടായി. മോഹൻലാലിന് ഇഷ്ടം ഇത്തരം പഞ്ച് ഡയലോഗുകളാണ്. എസ് എൻ സ്വാമിയാണെങ്കിൽ പഞ്ചുകളുടെ തമ്പുരാനുമാണ്. ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുക മാത്രമല്ല എസ് എൻ സ്വാമി ചെയ്തത്, ആ കഥാപാത്രത്തിനെ പ്രേക്ഷകരുടെ മനസ്സിൽ കുടിയിരുത്താനുള്ള ചില തന്ത്രങ്ങളും എസ് എൻ സ്വാമി മെനയാറുണ്ട്. തിരുവനന്തപുരം എയർപോർട്ടിൽ ഒരു ദിവസം കൊണ്ടാണ് ഈ ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തത്. ഭൂരിഭാഗവും തിരുവനന്തപുരത്തായിരുന്നു ചിത്രീകരണം. കാരണം അരോമമണിയുടെ ചിത്രമാണല്ലോ, അദ്ദേഹം തിരുവനന്തപുരമാണ് തൻ്റെ ചിത്രങ്ങൾക്കായി പ്രിഫർ ചെയ്തിരുന്നത്. 40 ലക്ഷം രൂപ മുടക്കി 4.5 കോടി രൂപ കളക്ഷൻ വന്ന ചിത്രമാണ് ഇത്. 20-ാം നൂറ്റാണ്ട് എന്ന ചിത്രം മാത്രമല്ല, സാഗർ ഏലിയാസ് ജാക്കി എന്ന പേര് പോലും മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത തരത്തിലാണ് എസ് എൻ സ്വാമി ഇതിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത്. തിരക്കഥ രീതിശാസ്ത്രത്തിൻ്റെ ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി. അടുത്ത ലക്കം കാണുന്നത് വരെ നമസ്കാരം.